പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച ഈശോയുടെ അമ്മയായ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. പ്രായമായിട്ടും സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നവർ, ഏകാഗ്രതയില്ലാത്തവർ, ഓട്ടിസം, ADHD തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്ന മക്കൾ, ഇവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഓരോ കോശത്തെയും ബുദ്ധിമണ്ഡലത്തെയും വികസിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബാലനായ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നത് നമുക്ക് ധ്യാനിക്കാം. ഈശോയെ വളർത്തിയ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ മക്കളുടെ വളർച്ചയിലുണ്ടാകുന്ന ഓരോ കുറവുകളും അറിയാം. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്നരുളി ചെയ്ത ഈശോ ഇന്ന് നമ്മുടെ മക്കളുടെ തടസ്സപ്പെട്ട സംസാരശേഷിയും ബുദ്ധിശക്തിയും തൊട്ടുണർത്തും. അമ്മയുടെ മാധ്യസ്ഥം വഴി മക്കളുടെ മസ്തിഷ്കത്തിലെ ഞരമ്പുകൾ ഉണരുകയും വികാസം പ്രാപിക്കുകയും ചെയ്യും. സൗഖ്യദായികയായ മാതാവേ, കൃപാസനം രാജ്ഞി, സംസാരിക്കാൻ വൈകുന്ന ഓരോ കുഞ്ഞിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നാവിലെ തടസ്സങ്ങൾ നീക്കി തെളിമയോടെ സംസാരിക്കുവാൻ കൃപ നൽകണമേ. കേൾവിക്കുറവ് മൂലം സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റണമേ. വിക്കി സംസാരിക്കുന്ന അവസ്ഥ സുഖമാക്കി കൊടുക്കണമേ. അമ്മയുടെ സ്നേഹസ്പർശനത്താൽ ആ കുഞ്ഞുങ്ങൾ അപ്പ എന്നും അമ്മ എന്നും വിളിച്ചു തുടങ്ങട്ടെ. മക്കളുടെ സംസാരശേഷിയിലുണ്ടാകുന്ന പുരോഗതി മാതാപിതാക്കൾക്ക് വലിയ സന്തോഷം നൽകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെയും പേരോർത്ത് അവർക്ക് വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന മക്കളെയും അവരുടെ മാതാപിതാക്കളെയും ആശ്വസിപ്പിക്കണമേ. മക്കളുടെ അമിതമായ ബഹളങ്ങൾ മാറ്റി അവരെ ശാന്തരാക്കണമേ. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുവാനും കണ്ണുകൾ നോക്കി സംസാരിക്കുവാനും അവർക്ക് കഴിവ് നൽകണമേ. മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ വളർച്ചയിലുണ്ടാകുന്ന പോരായ്മകൾ ഈശോയുടെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. തെറാപ്പികളും ചികിത്സകളും മക്കളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കട്ടെ. അമ്മേ, പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നതും ഏകാഗ്രത കിട്ടാത്തതുമായ അവസ്ഥ മക്കളിൽ നിന്ന് നീക്കിക്കൊടുക്കണമേ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കണമേ. പരീക്ഷകളിൽ വിജയിക്കാനും ഉന്നത നിലയിലെത്തുവാനും അവരെ സഹായിക്കണമേ. ദൈവം തരുന്ന ജ്ഞാനം എല്ലാ ബുദ്ധിയെയും അതിശയിപ്പിക്കുന്നു എന്ന വചനം ഏറ്റുപറയുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന മക്കളെ സമൂഹം സ്നേഹത്തോടെ കാണുവാൻ ഇടയാക്കണമേ. അമ്മയുടെ മാധ്യസ്ഥത്താൽ മക്കളുടെ വളർച്ചയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമേ. പ്രിയമുള്ളവരെ, അല്പനേരം നമുക്ക് നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപാസന മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ അനുഗ്രഹിച്ചുവെന്നും അവരുടെ തടസ്സങ്ങൾ നീക്കിയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരോഗ്യവും പ്രത്യാശയും നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ഈശോയുടെ സൗഖ്യദായകമായ സ്പർശനവും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എന്നും ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.